ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഹാപ്പി ബർത്ത്ഡേ ടു മൈസെൽഫ്. ഇന്ന് എൻ്റെ പിറന്നാൾ ദിനത്തിൽ ഒരു സ്പെഷ്യൽ സ്ഥലമാണ് കാണാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോവെയർ ബട്ട് മറീന ബീച്ച് ഓഫ് ചെന്നൈ. നമ്മൾ ഇന്ന് ചെന്നൈ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്, എക്സ്പെഷ്യലി ദ ബീച്ച്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഇവിടെ ചെന്നൈ ബീച്ച് സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. ഇത് ലോക്കൽ ട്രെയിനാണ് ചെന്നൈയുടെ. സോ എന്തായാലും നമ്മൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു ക്യാബ് വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് സ്ട്രെയിറ്റ് പോകുന്നു. സോ ലെറ്റ്സ് ഗോ. വാവ്, ചെന്നൈ പഴയ ചെന്നൈ അല്ലട്ടാ, ഇത് മാറി. എൻ്റെ മോനെ, വേറെ ലെവല്. ഫുൾ പച്ചപ്പാണ് കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ. നമ്മൾ വലിയൊരു ഹൈവേയിലൂടെയാണ് പോകുന്നത്. ബീച്ച് ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ സ്ഥലത്തെത്തും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വീതി കൂടിയതുമായ ബീച്ചാണ് മറീന ബീച്ച്. അതുകൊണ്ട് തന്നെ മണലിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് വയറ് നിറച്ച് കഴിച്ചിട്ട് ഇറങ്ങാം. അടിപൊളി ഈശ്വര. ഇത് നല്ല സൂപ്പർ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വയറൊക്കെ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ ബീച്ചിലേക്ക് നടക്കുകയാണ്. അടിപൊളി. ഇവിടെ കടലൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. നോക്കൂ എന്ത് വിശാലമായിട്ടാണ് കിടക്കുന്നതെന്ന്. അല്ലറ ചില്ലറ പെട്ടിക്കടകളൊക്കെ കാണുന്നുണ്ട്. അതൊഴിച്ചാൽ മൈ ഗോഡ്, സൂപ്പർ സ്ഥലമാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഞാൻ എപ്പോൾ പറന്നു പോകുന്ന അറിയത്തില്ല, പക്ഷേ എന്നാലും നമുക്ക് പറക്കണതിന് മുമ്പ് നമുക്ക് നടക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നടന്ന് ഇപ്പോൾ ഒരു മരം കാണുന്നുണ്ട്. ഈ മരത്തിൻ്റെ ചോട്ടിലേക്ക് നോക്കിയേ, അടിപൊളിയല്ലേ. നോക്കിക്കേ, കണ്ട് ഈ മരത്തിൻ്റെ ചോട്ടിൽ നോക്കിയാൽ അറിയാം, നല്ല തുളയുള്ള ടൈൽസാണ് കേട്ടോ വിരിച്ചിരിക്കുന്നത്. ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ്. മരങ്ങളൊക്കെ സംരക്ഷിക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ കുട്ടിക്കാലത്ത് കയ്യിലൊക്കെ ഇങ്ങനെ അച്ചു വെച്ചൊരു ഓർമ്മയില്ലേ, ഈ പണ്ട് കാർഷിക മേള പോലത്തെ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേളകളോ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കൗതുകം, എൻ്റെ പിറന്നാളായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കയ്യിൽ നച്ചു വെപ്പിക്കാൻ ഓർത്ത് ഇറങ്ങിയതാണ്. ഓക്കെ, നല്ല രസമല്ലേ കാണാനായിട്ട്, അടിപൊളി. അങ്ങനെ ഒരു ബാല്യകാല സ്മരണ പുതുക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തമിഴ്നാടിൻ്റെ സ്വന്തം ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്ന MGRൻ്റെയും ജയലളിതയുടെയും മെമ്മോറിയൽസ് കാണാം. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ എൻ്റയർ പ്രദേശം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ബീച്ചിൻ്റെ സെയിം ഭാഗമാണ്, ആ മണലുള്ള ഭാഗം തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെ ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു, ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. മൈ ഗുഡ്നസ്, ദിസ് ഇസ് ഇൻക്രെഡിബിൾ ആണ് കേട്ടോ, ഇൻക്രെഡിബിൾ. അതുമാത്രമല്ല, ഇതെല്ലാം തന്നെ മാർബിൾ വർക്ക്സാണ്. മാർബിൾ, ഗ്രാനൈറ്റ്, സാൻഡ് സ്റ്റോൺ അങ്ങനെയുള്ള സംഭവം കൊണ്ടൊക്കെയാണ് ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു 2 ബസ്റ്റുണ്ട്. ആദ്യം നമ്മൾ കാണുന്നത് ജയലളിതയുടെയാണ്. അതുപോലെ തന്നെ MGRൻ്റെ ഒരു ബസ്റ്റുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ തുടക്കത്തിൽ തന്നെ എൻട്രൻസിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഓരോരോ വിഷ്വൽസ് കാണാം. വാവ്, നല്ല അടിപൊളിയാണ് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഓ മൈ ഗോഡ്. നമ്മുടെ കേരളത്തിലെ ഇങ്ങനെ ചീഫ് മിനിസ്റ്റർമാർക്ക് ഇതുപോലെയുള്ള ഒരു മെമ്മോറിയലൊക്കെ പണിതിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ഇത്രയും പൈസ മുടക്കൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും അവർ നമ്മുടെ നാടിന് ചെയ്തൊരു കോൺട്രിബ്യൂഷൻസ്, വിലയേറിയ കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു സ്മരണാർഹം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. എൻ്റയർ പ്രദേശം നല്ല സെറ്റപ്പായിട്ടാണ്. ആദ്യം നമ്മൾ കാണുന്നത് ഇത് കണ്ടു, ഇതൊരു ലോട്ടസിൻ്റെ പോലെയല്ലേ. നോക്കിക്കേ, ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് MGRൻ്റെ ഓർമ്മയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ ശവകുടീരമാണ് നമ്മളിവിടെ കാണുക.
ഈ മഹത് വ്യക്തിക്ക് നമുക്കൊന്ന് പ്രണാമം അർപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് ഇത് കണ്ടോ, ഇത് ഫീനിക്സ് പക്ഷിയെ പോലെ ഇല്ലേ, നോക്കിക്കേ. അപ്പോൾ ഇത് നമ്മുടെ ജയലളിതയുടെ മെമ്മോറിയലാണ്. അവിടെ പോയി നമ്മൾ കാണാൻ പോകുന്നു. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജയലളിതയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്നേഹത്തോടെ അമ്മ എന്നാണ് ജയലളിതയെ അഭിസംബോധന ചെയ്യുക. അപ്പോൾ അമ്മയുടെ സ്മൃതി മണ്ഡപമാണിത്. അത് എന്തൊരു മുഴുത്ത സ്ട്രക്ചറാണ് നോക്കി, ഓവർ ഹെഡ് ഉള്ളത്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് അബ്സല്യൂട്ട്ലി ക്രൈസി. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ എന്ത് രസമായിട്ടാണ് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമ്മൾ നോളജ് പാർക്ക് കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് നമ്മൾ നടക്കുകയാണ്. ഇവിടെ നല്ല തിരക്കാണ്, ഒരുപാട് ആൾക്കാരെ കാണാം. കണ്ടോ, നോളജ് പാർക്ക് എന്നവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് നടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഈ കാണുന്നത് ഈ പ്ലോട്ടിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഇനി അങ്ങനെ ഇതുപോലെ കുറേ ഫോട്ടോസ് ഈ നോളജ് പാർക്കിലുണ്ട്. മെയിനായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ ജയലളിതയ്ക്കാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ സ്വന്തം അമ്മ തമിഴ്നാടിന് എന്ത് നൽകി എന്നുള്ളതാണ് ഈ നോളജ് പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുക. ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അതുപോലെ ഇതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു സ്കൂൾ കുട്ടിക്ക് തൻ്റെ പഠനാവശ്യത്തിനായിട്ട് ലാപ്ടോപ്പ് നൽകിയ ഒരു ദൃശ്യം ഇവിടെ സ്റ്റാച്ചു ആയിട്ട് നൽകിയിരിക്കുന്നതാണ്. പുറകിൽ കാണുന്നതാണ് ഫോട്ടോ, അതിൻ്റെ സ്റ്റാച്ചു ചെയ്തിരിക്കുന്നതാണ് ഫ്രണ്ടിൽ കാണുന്നത്. അപ്പം അങ്ങനെ പല രീതിയിൽ ഇവിടുത്തെ പ്രജകളെ സഹായിച്ച അമ്മയുടെ ഒരു സ്നേഹത്തെയാണ് ഇവിടെ എല്ലാ ഫോട്ടോകളിലെല്ലാം കാണാൻ കഴിയുക. ചിലർക്ക് പശുവിനെ കൊടുത്തത്, ചിലർക്ക് ലാപ്ടോപ്പ് കൊടുത്തത്, ചിലർക്ക് പുസ്തകങ്ങൾ കൊടുത്തത്, വീട് കൊടുത്തത്, അങ്ങനെ പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ നോളജ് പാർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അമ്മ മ്യൂസിയം കാണാൻ പോവാണ്. അത് നമ്മുടെ ഈ മെമ്മോറിയലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ്. ഇനി അങ്ങോട്ട് സ്ട്രെയിറ്റ് നടക്കണം. ഓക്കെ, ഈ കാണുന്നതാണ് അമ്മ മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് കയറി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ജയലളിതയാണ്. നോളജ് പാർക്കും അതെയായിരുന്നു. പക്ഷെ നോളജ് പാർക്കിലുള്ള ഒരു തീമല്ല ഇവിടെ നമ്മുടെ അമ്മയുടെ ജീവചരിത്രം മൊത്തം ഇവിടെ ദൃശ്യാവിഷ്കരണം നടത്തിയിട്ടുണ്ട്. സോ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ചെറുപ്പം മുതലുള്ള ഫോട്ടോസ്, അത് വളർന്നു വരുന്നത്, നടിയായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസ്, അങ്ങനെ വിവിധ തരത്തിലുള്ള പിക്ചേഴ്സൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് ഇതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നല്ല ലൈറ്റ്സ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. വാവ്, നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. നല്ല തിരക്കുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട് അകത്ത്. ഇനി നമ്മൾ കാണുക MGRൻ്റെ മ്യൂസിയമാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ നടക്കുകയാണ്. ഇവിടെ അത്ര ഒരു ബ്യൂട്ടിഫുൾ അല്ല കാര്യങ്ങൾ, കുറച്ച് പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഈ സ്ഥലം കാണുമ്പോൾ അത്രയ്ക്കൊരു വൃത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഓക്കെ, ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് നമുക്ക് അകത്ത് കയറാം. ആദ്യം നമ്മൾ കാണുന്ന ഒരു ഗോൾഡൻ ബസ്റ്റാണ്, MGRൻ്റെ ബസ്റ്റ്. പിന്നെ ഇവിടെ
ഇത് വേറൊരു രീതിയിലാണ് ഈ മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്, ചെറുപ്പം മുതലുള്ള പിക്ചേഴ്സ്. അദ്ദേഹവും വലിയൊരു നടനായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ്, ഈ അഭിനയ ജീവിതത്തിൽ നിന്നാണ് പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പ്. രണ്ടുപേരുടെയും, MGRൻ്റെയും ശ്രീ ജയലളിതയുടെയും ശ്രീമതി ഓക്കെ, ഒരുപാട് ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശ്രീ MGR ഉപയോഗിച്ചിരുന്ന വസ്ത്രവും അതുപോലെ വെസ്റ്റ്, ക്യാപ്പ്, ഷർട്ടുകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ്, അങ്ങനെ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോവുകയാണ്, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. യെസ്, ഓക്കെ. ഈ കാണുന്നതാണ് കരുണാനിധിയുടെയും അതുപോലെ DMKയുടെ ഫൗണ്ടർ അണ്ണാദുരൈയുടെയും മെമ്മോറിയൽ. വാവ്, തുടക്കത്തിൽ തന്നെ അടിപൊളിയാണല്ലോ കാണാനായിട്ട്. മൈ ഗുഡ്നസ്, നമ്മുടെ ആനക്കൊമ്പ് 2 വളച്ചു വെച്ചേക്കുന്ന പോലെയാണ് അതിൽ എൻട്രൻസിൽ തന്നെ ഉള്ള സ്ട്രക്ചർ. വാവ്, അത് കണ്ടപ്പോൾ ഓർത്തു അതാണ് ഏറ്റവും സൂപ്പർന്ന്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതൊന്നുമല്ലാന്ന്. അടിപൊളി. ഇത് ഫുൾ മാർബിള്, മൊത്തം ഗ്രാനൈറ്റ്, അങ്ങനെ എന്നാ പറയുന്നത്, ഇതൊരു വലിയ ജയൻ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ആ താജ്മഹൽ അല്ലെങ്കിൽ ലോട്ടസ് ടെമ്പിളൊക്കെ കാണാൻ പോകുന്നതിൻ്റെ ഒരു വൈബാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. നല്ല രസമാണ് കേട്ടോ. എല്ലാവരുടെയും മെമ്മോറിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് നടക്കാനുണ്ട്. നല്ല സൂര്യൻ ഇങ്ങനെ ആകാശത്ത് കത്തി നിൽക്കുവാണ്. വാവ്, മൈ ഗുഡ്നസ്, ഇതെന്താണ് ഈ സൈഡിൽ കാണുന്നത്? അയ്യോ, ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള ഇടമോ? ഈശ്വര, ഓ മൈ ഗാഡ്, ഇത് എന്തു ബ്യൂട്ടിഫുള്ളാണ്, എന്തൊരു വാസ്റ്റാണ്. ഓ മൈ ഗാഡ്, ഇത് അതെ നേരെ കാണുന്ന ഈ ഗ്രാനൈറ്റ് ഈ മെമ്മോറിയൽ ആക്ച്വലി ബിലോങ്സ് ടു അണ്ണാദുരൈ, ദ ഫൗണ്ടർ ഓഫ് DMK പാർട്ടി. അപ്പം അണ്ണാദുരൈയുടെ ശവകുടീരമാണ് നമ്മൾ കാണുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിന് മുമ്പിൽ അണയാതെ നിൽക്കുന്ന ഒരു എറ്റേണൽ ഫ്ലെയിമുണ്ട്. എന്തൊരു ഉയരമാണ് ഈ സ്ട്രക്ചറിന്, എൻ്റെ അമ്പോ. Right now we are standing in front of DMK founder Annadurai's memorial. ഉയർത്തിപ്പിടിച്ച വാള് പോലെയാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ്. മൈ ഗുഡ്നസ്. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ശ്രീ കരുണാനിധിയുടെ മെമ്മോറിയലാണ്. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സ്റ്റാച്ചു ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വാവ്, ഗോൾഡൻ സ്റ്റാച്ചു ഓഫ് കരുണാനിധി. ഇനിയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ കാണുക. യെസ്, ദിസ് ഈസ് ദ ബെറിയൽ സൈറ്റ് ഓഫ് ശ്രീ കരുണാനിധി, ദ ഫോർമർ CM ഓഫ് തമിഴ്നാട്, ദ വൺ ഹൂ ടോയിൽഡ് വിത്തൗട്ട് റെസ്റ്റ് നൗ റെസ്റ്റ് ഹിയർ. വാവ്. ഇതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ 5 തവണ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാനിധിയുടെ സ്മൃതി മണ്ഡപമാണ് ഈ കാണുന്നത്. ഒരിക്കലും അണയാത്ത ജ്വാലയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ മെമ്മോറിയലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആർച്ച് പോലെ കുറേ ആർച്ചുകളുണ്ട് ഇവിടെ. എല്ലാം മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഈ
ആർച്ചുകൾക്ക് താഴെയായിട്ട് കുറേ ഗ്രാനൈറ്റ് സ്ലാബുകളുണ്ട് കേട്ടോ. Tending to destroy the opposition parties wholly is similar to that of hiding the other side of the coin of democracy. ഇത്തരത്തിലുള്ള നല്ല വാചകങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ ഇടത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇക്വാളിറ്റി വിൽ റൈസ് ഓൺലി വെൻ ദ വിസ്ഡം സ്പ്രൗട്ട്സ് ആൻഡ് കാസ്റ്റിസം ഈസ് അബോളിഷ്ഡ് ആൻഡ് ഇറാഡിക്കേറ്റഡ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞത് ആരാന്നൊക്കെ അടിയിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് തമിഴാണ്, നമുക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്നു അത് കരുണാനിധി പറഞ്ഞതായിരിക്കാമെന്ന്. എത്രയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ ഈ മെമ്മോറിയൽ പാർക്ക് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എ ബിഗ് സല്യൂട്ട് ടു തമിഴ്നാട് ഗവൺമെൻറ്. ഓക്കെ, ഇതാണ് ഒരു സന്ധ്യ മയങ്ങാൻ നേരമായിട്ടുണ്ട്. ഇതാണ് എൻറ്റയർ വ്യൂ ഓഫ് ദ മെമ്മോറിയൽ പാർക്ക്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ഞാൻ ആഘോഷിച്ചു. I am so happy today. So friends, thank you so much for watching this video. We will meet again in the next video. Till then, bye bye. Once again, happy birthday to myself. Thank you.